സഹൃദയരെ, ഏവർക്കും കലാജിദ്ദയുടെ അഭിവാദ്യങ്ങൾ. കൂട്ടുകുടുംബ സംസ്കാരത്തിലെ സ്നേഹ ചൈതന്യം ആധുനിക അണുകുടുംബം നഷ്ടപ്പെടുത്തുന്ന യുഗപരിണാമത്തിൽ കാലം കരുതി വയ്ക്കുന്ന ചില സത്യങ്ങൾ അപ്രിയങ്ങളോ പ്രിയങ്കരങ്ങളോ ആയിരിക്കാം. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതയാത്രയിൽ നിഴൽ സഞ്ചാരിയായി ദൈവം ഒപ്പം സഞ്ചരിക്കുന്നു എന്ന തിരിച്ചറിവ് പലപ്പോഴും മറന്നുപോകുന്നു. എവിടെയൊക്കെയോ നമ്മളും മറന്നുപോയിരിക്കുന്നു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രത്യശാസ്ത്രം പഠിപ്പിക്കുന്ന നന്മയുടെ വലിയ ലോകം അത് തുറക്കുവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. സ്നേഹസമർപ്പണത്തിന്റെ തിരിപ്രഭയിൽ തിളങ്ങണം പാരസ്പര്യത്തിന്റെ ദിവ്യതുതി. അത് പകർന്നു നൽകുവാൻ കഴിയട്ടെ. ആരംഭിക്കുന്നു. വെളിച്ച ക്രമീകരണത്താൽ നിയന്ത്രിച്ചിരിക്കുന്ന രംഗാവിഷ്കാരത്തിന്റെ വിജയത്തിനായി വേദിയിലേക്ക് കടന്നുവരാവുന്ന എല്ലാ വെളിച്ചങ്ങളും കെടുത്തിത്തന്ന് അരങ്ങിന്റെ ആശയ സംവേദനത്തിൽ അർത്ഥവത്തായ സ്നേഹ സഹകരണം ആദ്യം മുതൽ അന്ത്യം വരെ കാംക്ഷിച്ചുകൊണ്ട് സവിനയം ആരംഭിക്കുന്നു. കലാജിദ്ദ അവതരിപ്പിക്കുന്ന സാമൂഹിക നാടകം ജീവിതം ബാക്കി. നാടകരചനാ സംവിധാനം സന്തോഷ് കടമനിട്ട. ഞങ്ങളെ വിട്ടു പോയല്ലേ എന്റെ അപ്പൂപ്പ. ശോശാമേ, അപ്പൂപ്പൻ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? ഇല്ലെന്നേ. കരയാൻ വരട്ടെ, കരയാനുള്ള ചാൻസ് തരാം. അല്പം കൂടി വെയിറ്റ് ചെയ്യ് ശോശാമേ. അയ്യോ, മരിച്ചിട്ടില്ലായിരുന്നോ? മരിച്ചെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പിന്നെ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ശവപ്പെട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം കേട്ടോ. ഇറങ്ങിപ്പോടെ, ജീവനുള്ള മനുഷ്യന്റെ ശവം ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു. ഹലോ, മാവുങ്കൽ ഹൗസ്, മാവുങ്കൽ ഇട്ടിച്ചൻ മുതലാളി സ്പീക്കിംഗ്. ഇല്ലെന്നേ, മരിച്ചിട്ടില്ല. മരിച്ചെന്നാണ് നാട്ടിലൊക്കെ പാട്ട്. എന്നാലേ അത് തിരുത്താനൊന്നും പോകണ്ട, ഉടനെ ഉണ്ടാവുമെന്നേ. വയസ്സ് 90 കഴിഞ്ഞില്ലേ, ശക്തിയായി വായു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം നേരം ഇട്ട് നരകിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. തീർന്നാൽ ഉടനെ വിവരം അറിയിക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന് കൂടാൻ. എന്നാ ശരി, ഓക്കെ. അപ്പൂപ്പ, എന്റെ അപ്പൂപ്പ, ഞങ്ങളെ വിട്ടു പോയല്ലേ എന്റെ അപ്പൂപ്പ. ഒന്ന് നിർത്തടി പൗലോച്ചാ. നിന്റെ അപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പള്ളിമേടയിലേക്ക് ഇട്ടിച്ചൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാര്യം അറിഞ്ഞത്. എന്റെ അപ്പനൊന്ന് മരിച്ചോട്ടെ, എന്നിട്ട് പോരെ അനുശോചന പ്രകടനം? അതെന്താ പറയുന്നേ? അപ്പൻ മരിച്ചില്ലായിരുന്നോ? അപ്പോൾ ഇട്ടിച്ചൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? അതിപ്പോൾ അച്ചോ എപ്പോഴാണെങ്കിലും മരിക്കുമല്ലോ. കിടന്ന് നരയിക്കാതെ വേഗം അങ്ങ് മരിക്കാൻ അച്ഛനും കൂടി അങ്ങ് പ്രാർത്ഥിച്ചോ. എടാ ഇട്ടിച്ച, നീ എന്ത് മകനാണ്? അല്ലേലും ഈ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. കർത്താവ് കേൾക്കില്ല. അതൊക്കെ മാർട്ടിൻ പള്ളിയിലെ ഷിജോ അച്ഛൻ പ്രാർത്ഥിച്ചാൽ അച്ചട്ടല്ലേ. അച്ഛന് പ്രാർത്ഥിക്കാൻ മേലെങ്കിൽ അച്ഛൻ പോകട്ടെ. കപ്പ്യാരൊന്ന് പ്രാർത്ഥിക്കുക. കപ്പ്യാരെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ഈ കപ്പ്യാരുടെ ഒരു കാര്യം ഇട്ടിച്ചോ. കർത്താവ് ആരെയാണ് ആദ്യം വിളിക്കുന്നതെന്ന് ആര് കണ്ടു? അങ്ങേര് എന്തുവാടി ഉദ്ദേശിച്ചത്? അത് തന്നെ. ഇനി നോക്കിയും കണ്ടൊക്കെ നടന്നു. എന്റെ കർത്താവേ. ഹലോ, മാവുങ്കൽ ഹൗസ്, മാവുങ്കൽ ഇട്ടിച്ച മുതലാളി സ്പീക്കിംഗ്. ലില്ലി ആയിരുന്നോ? എന്തുണ്ട് വിശേഷം? ഓക്കെ, ഇപ്പൊ വിളിക്കാം. മാത്യൂസേ, ദാ ജർമ്മനിയിൽ നിന്നും ലില്ലിക്കുട്ടിയുടെ ഫോൺ.
ഹലോ. ആ ഞാനാടി. നീ പുറപ്പെട്ടില്ലേ? എന്ത്? 2 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലെന്നോ? ആ 2 ദിവസം കഴിഞ്ഞ് മരിച്ചാ മതിയെന്നോ? അത് കൊള്ളാം. അത് നമ്മളാണോടി തീരുമാനിക്കുന്നത്? അത് നമ്മുടെ മുകളിലിരിക്കുന്ന ആളല്ലേ? എന്ത്? ഏഴാടിയന്ത്രത്തിനെത്താമെന്നോ? ആ എങ്കിൽ അത് മതി. നീ ഏഴാടിയന്ത്രത്തിന് വന്നാ മതി. എന്നാ ശരി, ഓക്കെ, വെച്ചേക്കട്ടെ. ദേ, നിങ്ങൾ പോയി എന്തെങ്കിലും കഴിക്ക്. ശവം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്ക് അപ്പൂപ്പനോട് ഒരു സ്നേഹവും ഇല്ലല്ലോടി. സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ മനുഷ്യനെ. ഗ്യാസ് കയറിയാൽ പിന്നെ എനിക്കൊന്നും മര്യാദയ്ക്ക് കരയാൻ പോലും പറ്റില്ലല്ലോ. അതിനുള്ള ശക്തി വേണ്ടേ? നിങ്ങൾ വേഗം ഒന്ന് ചെല്ല്. അത് ശരിയാ. എങ്ങനെ ആയാലും വേണ്ടില്ല, ഈ ഇടവകയിലെ ഏറ്റവും നല്ല കരച്ചിൽ എന്റെ ശോശയുടെ ആകണം. അത് പിന്നെ പറയണോ? ആന്റി, അങ്കിൾ, ദാ വല്യപ്പൻ കണ്ണൂർന്നു. മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് ഇത് 3ാമത്തെ തവണ. എന്തെല്ലാം പ്രതീക്ഷകളും കണക്കൂട്ടലുമായിരുന്നു, എല്ലാം തെറ്റിയില്ലേ? ദേ, അപ്പൂപ്പൻ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു. എന്റെ കർത്താവേ. അതെന്തായിട്ട് അതിങ്ങ് കൊണ്ടുവന്നേ? ഇത് അപ്പൂപ്പനുള്ള റീത്ത. അപ്പൂപ്പൻ വീണ്ടും ഞങ്ങളെ കൊതിപ്പിച്ചു. ഞാൻ എല്ലാം അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ മരിച്ചിട്ട് അടിയന്തരമുണ്ടാവുമെന്ന് ആരും സ്വപ്നം കാണണ്ട. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 90 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ ചാകാൻ വേണ്ടി നേർച്ച നേർന്നു മെഴുകുതിരി കത്തിച്ചവർക്ക് റീത്ത് വെച്ചിട്ടേ ഈ മാവുങ്കൽ മർക്കൂസ് ചാവുകയുള്ളു മക്കളെ. അപ്പൂപ്പന് ശവക്കുഴി തോണ്ടുന്ന എൻ്റെ ചെറുമക്കളൊക്കെ ഒന്ന് ഓർത്തോ. എൻ്റെ അപ്പൻ 100 കഴിഞ്ഞിട്ടാണ് ചത്തത്. ഞാൻ ആ അപ്പൻ്റെ മോനാ. 100 കഴിയാതെ ഞാനും ചാകത്തില്ല മക്കളെ. എടി ശോശേ, നമ്മുടെ അപ്പൂപ്പന് കുറെ കാലമായി കത്തുകൾ വരുന്നുണ്ടല്ലോ. ആരുടെ കത്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അതെ, കുറെ കാലമായി തുടങ്ങിയിട്ട്. ആരുടെയാണെന്ന് ചോദിച്ചാൽ പറയത്തുമില്ല. ഇങ്ങ് താ മോളെ, ഞാനൊന്ന് നോക്കട്ടെ. തരില്ല, ഇത് അപ്പൂപ്പനുള്ളതാ, ഞാൻ തരത്തില്ല. മോളെ, ആ കത്തിങ്ങതാ, ഞാൻ ഒന്ന് നോക്കട്ടെ. അയ്യോ വേണ്ട ആന്റി, അപ്പൂപ്പൻ കണ്ടാ വഴക്ക് പറയും. മോളെ, ആ കത്ത് എനിക്ക് താ. ആരുടേതാണെന്ന് അങ്കിള് നോക്കാം. ഞാൻ തരത്തില്ല, അപ്പൂപ്പനുള്ളതാണെന്ന് പറഞ്ഞില്ലേ. തരമാട്ടെ, തരമാട്ടെ. അപ്പൂപ്പന്റെ കത്ത് എന്റെ പക്കൽ തരമാട്ടെ. എടി അയോഗ്യപ്പയലെ, എന്നെ കൊന്ന് എന്റെ രക്തത്തെ കുടിച്ച് ഓങ്കാര നടമാടിടുമേ. ഇട്ടിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ശോശേ? മതി നാഗവല്ലി കളിച്ചത്. ദേ, കത്ത് കിട്ടി. ശോശേ, ഞാൻ പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കാം. ഇങ്ങു താ ശോശേ. നിക്ക്, ഞാൻ പൊട്ടിച്ചോളാം. ഇതാ അപ്പൂപ്പ, അപ്പൂപ്പന്റെ കത്ത്. ഞാൻ പൊട്ടിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും ഇല്ലല്ലോ. ഒരു വിഷമവും ഇല്ല. പൊട്ടിച്ചോ. ദാ പിടിച്ചോ. അയ്യോ, എനിക്കിട്ട് പൊട്ടിക്കാനല്ല അപ്പൂപ്പ പറഞ്ഞത്, കത്ത് പൊട്ടിക്കുന്ന കാര്യമാ പറഞ്ഞത്. അയ്യോ, എനിക്കത് മനസ്സിലായില്ല മോനെ. ശോശേ, നിനക്കെന്താ പൊട്ടിക്കണോ? അയ്യോ വേണ്ടേ, അവിടെ പൊട്ടിച്ചപ്പോൾ തന്നെ മതിയായി. അല്ല അപ്പൂപ്പ, ഇതാരുടെ കത്താ? അതിനാണോ ഇത്രയും ബഹളം വെച്ചത്? എന്നോടൊന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു തരില്ലേ? എന്റെ കർത്താവേ, ഇത്രയും നല്ല മനുഷ്യനെയാണോ നമ്മൾ തെറ്റിദ്ധരിച്ചത്? അപ്പൂപ്പ, ഇതാരുടെ കത്താ? മരിച്ചുപോയ എന്റെ ഭാര്യയുടെ. ആണോ? അതായിരുന്നോ? മരിച്ചുപോയ ആളുടെ കത്തോ? അതെ, അവൾ നരകത്തിൽ നിന്ന് എഴുതിയതാ. അങ്ങോട്ട് എളുപ്പം ചെല്ലാൻ.
ഓ, ഇതെല്ലാം നരകത്തിന്റെ അടുത്തട്ടിലേക്കേ പോകത്തുള്ളൂ. ശോശാമ്മ കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞോ? ആ, അത് പിന്നെ അമ്മൂമ്മ എത്ര ഭാഗ്യവതിയായിരുന്നു പറയുകയായിരുന്നു. വേണ്ട മോളെ, ഞാൻ കേട്ടു എന്റെ മകൻ പൗലോച്ചൻ നല്ലവനാണെങ്കിലും അതിനു പിറന്ന 2 പെൺമക്കളും സർപ്പങ്ങളാണ്. സർപ്പങ്ങൾ. മോളെ, മൂത്ത സർപ്പമാണ് ആ പോയത്. ഇളയ സർപ്പം ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ജർമ്മനിയിൽ കിടക്കുന്ന നിന്റെ മമ്മി ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി സർപ്പമാണെങ്കിലും അവളുടെ മകളായ നീ മാണിക്യമാണ്. ഈ അപ്പൂപ്പന് സർപ്പം തന്ന മാണിക്യം. വായിച്ചു നോക്കാനാണെങ്കിലേ ഇതെടുത്ത് വായിച്ചു നോക്ക്. അയ്യേ, എനിക്ക് വേണ്ട. മേഴ്സി മോളെ, അപ്പൂപ്പന് കുറച്ചൊന്ന് കിടക്കണം. വാ, നമുക്ക് അകത്തേക്ക് പോകാം. എന്താ മാത്യൂസ്, തടിമില്ലിൽ നിന്നും നേരത്തെ പോന്നത്? അവിടെ വെറുതെ ശമ്പളക്കാരനായി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അല്ല, പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അപ്പൂപ്പൻ അപ്പോൾ അറിയുന്നത്? ചാരന്മാരെ ഏർപ്പെടുത്തി കാണും. അതിൽ പ്രധാനി നമ്മുടെ അമ്മായിയപ്പൻ തന്നെയാണ്. ആ, അത് ശരിയാ. പിന്നെ മേഴ്സിക്കുട്ടി, നിന്റെ മോൾ, അവൾ വിളഞ്ഞ വിത്താണ്. അവൾ അത് അപ്പൂപ്പന്റെ ചെവിയിൽ അപ്പ തന്നെ എത്തിക്കും. അതൊക്കെ പോട്ടെ, കൂപ്പ് കോൺട്രാക്ടറായ മാത്യൂസ് ഇപ്പോൾ തടിമില്ലിലെ ശമ്പളക്കാരനായി. ആ ലില്ലിക്കുട്ടിയെ വിവാഹം കഴിച്ചാൽ ജീവിതം ഒന്ന് മാറ്റിയെടുക്കാമെന്നാ കരുതിയത്. കാർന്നോർക്ക് കോടിക്കണക്കിനല്ലേ ആസ്തി. അത് നമ്മുടെ അമ്മായിയപ്പനെ കൊള്ളാഞ്ഞിട്ടാ. ഇങ്ങനെ തന്തയുടെ വാക്കുകൾ അക്ഷരം പ്രതി കേൾക്കുന്ന ഒരു പേടിത്തൊണ്ടൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ തടിമില്ലിലെ കാര്യങ്ങൾ നോക്കുന്നതിന് എനിക്ക് തരുന്നത് വെറും 5000 രൂപയാ, അറിയുമോ? അയ്യോ, 5000 രൂപയോ? ഈ നക്കാപ്പിച്ച കാശിന് നിൽക്കാതെ നിനക്ക് ലില്ലിക്കുട്ടിയുടെ കൂടെ അങ്ങ് ജർമ്മനിയിലേക്ക് പോയിക്കൂടെ? സത്യം പറയാലോ ഇട്ടിച്ച, ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. പക്ഷെ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോയാലേ നിങ്ങളെല്ലാവരും കൂടി ഇവിടെയുള്ള സ്വത്തെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് അടിച്ചെടുക്കില്ലേ എന്നും പേടിച്ചിട്ടാ. ഉവ്വേ, ഈ കാർന്നോരുടെ ദുർഭരണം തകർക്കാതെ നമുക്കിവിടെ ഒരു രക്ഷയില്ല. ആ കിഴവനൊന്ന് ചത്താ മതിയായിരുന്നു. എന്നാലേ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. ദേ പ്രധാന ചാരം വരുന്നുണ്ട്. മാത്യൂസ്, എന്താണ് മില്ലിൽ നിന്നും നേരത്തെ ഇങ്ങ് പോന്നത്? ഓ, ഞാനിങ്ങ് പോന്നു. എങ്കിൽ ഇന്നൊരു ദിവസത്തെ അവധി എടുത്തതായി കണക്കാക്കും. ഒരു ദിവസത്തെ ശമ്പളവും കുറയും. അല്ല, ഞങ്ങൾ ഇവിടുത്തെ മരുമക്കളോ അതോ ശമ്പളക്കാരോ? മക്കളായാലും മരുമക്കളായാലും ജോലി ചെയ്യണം, എങ്കിലേ കൂലി തരൂ. അതെന്റെ അപ്പന്റെ തീരുമാനമാണ്. നല്ല അപ്പനും മോനും. യമധർമ്മന് ലൂസിഫർ കൂട്ട്. ആണുങ്ങളായാൽ ജോലി ചെയ്ത് ജീവിക്കണം, അല്ലാതെ അച്ചി വീട്ടിലെ സ്വത്ത് കിട്ടുമെന്ന സ്വപ്നം കണ്ട് കഴിയരുത്. അല്ല, ശ്രീധനമായി പറഞ്ഞതെല്ലാം 2 പേർക്കും തന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ? ആകെ 2 പെൺമക്കളല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ഈ സ്വത്തുക്കളെല്ലാം അവർക്ക് കൊടുക്കാതെ ചാകുമ്പോൾ ഇതെല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോകാനാണോ പ്ലാൻ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പൻ ഉണ്ടാക്കിയ സ്വത്ത് അപ്പൻ ഇഷ്ടം പോലെ ചെയ്യും. പിന്നെ ഈ കാണുന്ന സ്വത്തെല്ലാം എന്റെ മകൻ തോമാച്ചനുള്ളതാണ്. അതിന് അവൻ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയതല്ലേ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ആർക്കറിയാം? 2 പെൺമക്കൾ ഉണ്ടായതിനു ശേഷം നേർച്ച കാഴ്ച വെച്ചുണ്ടായ സന്തതിയായിരുന്നു എന്റെ തോമാച്ചൻ. അവൻ വലിയ കുസൃതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിക്കുന്നത് അവന്റെ ഒരു തമാശയായിരുന്നു. അതിപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലയോ? ഒരു ദിവസം അപ്പന്റെ കീശയിൽ നിന്നും 100 രൂപ എടുക്കുന്നത് ഞാൻ കയ്യോടെ പിടിച്ചു. അന്ന് ഞാൻ അവനെ ഒരുപാട് തല്ലി. എവിടെയെങ്കിലും പോയി ചത്തുതുല എന്ന് പറഞ്ഞ് ശപിച്ചു. അത് കലക്കി കൊള്ളാം. അന്ന് രാത്രി അവൻ എങ്ങോട്ടോ പോയി. പിന്നീട് അവനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഞങ്ങളുടെ മോനെ കിട്ടിയില്ല. ആ വിഷമത്തിൽ എന്റെ അന്നംകുട്ടിയും എന്നെ വിട്ടുപോയി. അപ്പോൾ അവൻ എവിടെയെങ്കിലും പോയി ചത്തു കാണും. ഇല്ല, എന്റെ മോൻ അങ്ങനെയുള്ള വിവേകമൊന്നും കാണിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, എന്റെ മോൻ തിരിച്ചു വരും.
ഈ അപ്പന്റെ സ്നേഹം കാണാതിരിക്കാൻ അവനാവില്ല. അതിന് അവൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വരൂ. അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് മാത്യൂസിന് ഉറപ്പുണ്ടോ? അതിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ മാത്യൂസ് എന്തിനാണ് നമ്മുടെ അടച്ചിട്ടിരുന്ന ബംഗ്ലാവിൽ പോയത്? അത് പിന്നെ ഞാൻ അതിലൊന്ന് പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ. ആൾ താമസമില്ലാതെ കിടക്കുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണ്ടായോ? അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ പൗലോസിൻ്റെ ഏക മകൻ, ഈ സ്വത്തിൻ്റെ ഒക്കെ അവകാശി, എൻ്റെ തോമാച്ചൻ വർഷങ്ങൾക്ക് ശേഷം നാളെ തിരിച്ചു വരുന്നു. എൻ്റെ തോമാച്ചൻ്റെ കത്താണ് ഇന്ന് വന്നത്. എന്ത്? എന്റെ തോമാച്ചൻ വരുന്നെന്നോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പൂപ്പ ഇതാ കാപ്പി. എടി ശോശേ, നിന്റെ അനിയത്തി ജർമ്മനിയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? അതേ, അപ്പൂപ്പന്റെ 7ാം അടിയന്തരത്തിനല്ലാതെ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് അവൾ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ കുഴിമാടങ്ങളിൽ മുട്ടുകുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പൂപ്പൻ ചാവത്തുള്ളു മക്കളെ, ചാവത്തുള്ളു. എടി ശോശേ, സ്വന്തം ആങ്ങളെ തിരിച്ചു വരുന്നു എന്ന് കേട്ടിട്ട് നിനക്കെന്താ ഒരു സന്തോഷവുമില്ലാത്തേ? എങ്ങനെ സന്തോഷിക്കാനാ? അവൻ വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ ഇട്ടിച്ചനൊരു കുളിരും പനിയും. എല്ലാത്തിനും ഒരു അവകാശം വരുന്നെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അല്ലേ? അപ്പൂപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയൊക്കെ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടി ഒരു കടലാസിൽ എഴുതി വയ്ക്കുക. സൗകര്യമുള്ളപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് വായിച്ചോളാം. അതുപോരെ മാത്യൂസേ? ഇതാ ഈ കിഴവന്റെ ഒരു സ്വഭാവം. നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നേ. നീ ഇങ്ങ് വന്നേ മാത്യൂസ്. നീ ലില്ലിക്കുട്ടിയോട് പറഞ്ഞ് നമുക്കെല്ലാവർക്കും ഒരു വിസ ശരിയാക്ക്. എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് ജർമ്മനിക്ക് പോകാം. ജർമ്മനിയിലേക്ക് അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ എന്തിനാ ഒളിച്ചോടുന്നത്? ഇനിയിപ്പോ ആങ്ങളെ വരുന്നുണ്ടല്ലോ, അവന്റെ ശല്യം കൊണ്ട് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏതാവും വന്നാലും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ശോശാമ ഒന്ന് പേടിക്കാതിരിക്കേ. എങ്ങനെ പേടിക്കാതിരിക്കും? എന്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. പക്ഷേ ലില്ലിക്കുട്ടി... എന്റെ കർത്താവേ, അല്ലെങ്കിലും എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് സത്യമായി. എന്താണോ? അല്ലേലും മാത്യൂസിനെ ഞാൻ കുറ്റം പറയത്തില്ല. ഭാര്യ ജർമ്മനിയിലായതുകൊണ്ട് മാനത്തേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഇവളങ്ങനെയാണോ? ഇവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? വേണ്ടടി, വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ലേലും നീ ഇത്തിരി പിശകാണെന്ന് ഈ നാട്ടുകാർ മുഴുവനും പറയുന്നുണ്ട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ കൊല്ലടി, നീ എന്നെ കൊല്ല ആദ്യം. എന്നിട്ട് നീ ജർമ്മനിയിലോ എവിടെ വേണമെങ്കിലും പൊക്കോ. താൻ എന്തറിഞ്ഞിട്ട് ഈ ബഹളം വെക്കുന്നത്? വേണ്ട മാത്യൂസ്, എനിക്കെല്ലാം മനസ്സിലായി. എടോ പൊട്ടാ, ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ജർമ്മനിയിലേക്ക് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആണോ ശോശാമേ? പിന്നല്ലാതെ. അതായിരുന്നോ കാര്യം? എടാ മാത്യൂസ്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവൾ ഇത്തിരി പിശകായതുകൊണ്ട് എനിക്ക് എപ്പോഴും പേടിയാ. പിശക് തന്റെ അമ്മായിയമ്മ. അതിന് ചാൻസ് ഉണ്ട്. നീ വേഗം വന്നിടൂ, ഞാൻ ഇങ്ങ വന്നിക്ക. നീ ആരാണ്? നീ ആരിത് കേള്? നീ ഹോഗിരുഹേ. അയ്യോ, ഇത് ഏത് ഭാഷയാണ് മാതാവേ? ഇത് കന്നഡയാണെന്ന് തോന്നുന്നു. ഓ, കന്നഡയായിരുന്നോ? എങ്കിൽ എന്ത്? എനിക്കത് ഒട്ടും അറിയില്ല എന്ന് പറയുകയായിരുന്നു. പിന്നെ തനിക്ക് ഏത് ഭാഷ അറിയാന്നാ പറഞ്ഞത്? എനിക്കറിയാവുന്ന ഭാഷ അത് ഞാൻ പറയട്ടെ. ഇങ്ങ് വാ. ప్లీజ్ గాడ్ ప్లీజ్. హే నాన్, ఇష్టవరకుందా నీ చాక్యాల బెందులో
ഞാൻ വന്നേ അതുക്ക് നീ മത്തേട് ബെടാ. തെരുവിൽ സർക്കസ് കളിക്കുന്നവരാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടിയുന്ന ആശങ്ങളെ. അയ്യടാ, അങ്ങനെ പറഞ്ഞു വിടാൻ നോക്കണ്ട. അങ്ങനെ അങ്ങ് ഞങ്ങൾ പോകത്തില്ല. ആഹാ, മലയാളികളായിരുന്നോ? മലയാളം അരിയുമോ? മലയാളം മാത്രമല്ല അരിയുന്നത്, വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി എല്ലാം അരിയും. എവിടെന്ന് വരുന്നു? അങ്ങ് മൈസൂരിൽ നിന്നാണ് വരുന്നത്. തെരുവ് സർക്കസ് കളിക്കുന്ന ജോലിയാണ്. എന്താ കുഴപ്പമുണ്ടോ? നിന്റെ സർക്കസ് ഒക്കെ അങ്ങ് വഴിയിൽ കളിച്ചാ മതി. ഇറങ്ങി പോടാ അവിടുന്ന്. ചുമ്മാതെ വരട്ടാടോ. സർക്കസ് ഒക്കെ ഇനിയും വീടിനകത്താ കളിക്കാൻ പോകുന്നത്. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറയുന്നു. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം. മാന്യത എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ? ദേ പെണ്ണുമ്പിള്ളേ, എന്നെ കൊണ്ട് എന്റെ വായിന്ന് വല്ലതും കേൾക്കും. മൂവിനോടി തേരി ദാക്. നീ ഇങ്ങ് വന്നിട്ടില്ലോ. ആഹാ, വീട്ടിൽ കയറി ഇരുപ്പായോ? ഹലോ ബായ്, ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ആ വിളിക്ക്, പോലീസിനെ വിളിക്ക്. വെറുതെ വരട്ടാടോ. പോലീസും ജയിലും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള. അല്ല പിന്നെ. അയ്യടാ, ഇവൻ ആള് കൊള്ളാമല്ലോ. എണീക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഒന്ന് പോവാടാപ്പാ. ആഹാ, എണീക്കാൻ മേലെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താണ് ബഹളം? ആരാണ് ഇവരൊക്കെ? അപ്പച്ചാ, അപ്പച്ചനെ മനസ്സിലായില്ലേ? ഞാൻ തോമാച്ചൻ, അപ്പച്ചന്റെ തോമാച്ചൻ. നീ? അതെ, ഞാൻ തോമാച്ചൻ. എന്റെ തോമാച്ചൻ? അപ്പാ, മേഴ്സി കൊച്ചേ, ദേ എന്റെ തോമാച്ചൻ വന്നു. ഏതാണ് ഈ കുട്ടി? ഇതെന്റെ പെണ്ണാണ് അപ്പച്ചാ, നീലാംബരി. ഞാൻ വീട്ടിലോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പോൾ അവളും കൂടെ പോന്നു. മോനെ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? അന്ന് അപ്പച്ചനെ അടിച്ചതിന്റെയും കള്ളനാക്കിയതിന്റെയും വിഷമത്തിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഏതോ ട്രെയിനിൽ കയറി കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പം മൈസൂരിലെത്തി. വരണമെന്ന് പലതവണ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. കുറെ നാൾ മൈസൂരിൽ തെണ്ടിത്തെറിഞ്ഞ് നടന്നു. ഒടുവിൽ ഇവളുടെ അപ്പന്റെ കൂടെ സർക്കസ് കമ്പനിയിൽ ചേർന്നു. അതെ അപ്പാ. ഇത്രയും കാലം വരാതിരുന്ന നീ ഇപ്പോൾ വരാൻ എന്താ കാരണം? അപ്പച്ചാ, ഇവളേതാ? വന്നപ്പോ തൊട്ട് ചൊറിയാണല്ലോ. ഇത് നിന്റെ ചേച്ചിയാ, ശോശാമ. എടി ശോശേ, നീ ആയിരുന്നോടി? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ KK ടീച്ചൻ, ഉർവശി ടൈലറിംഗ് സെന്റർ എക്സ് പ്രൊപ്രൈറ്റർ. ഈ നിൽക്കുന്ന ശോശയുടെ ഭർത്താവ്. ആ, ഇത് ലില്ലിക്കുട്ടിയുടെ ഭർത്താവ് മാത്യൂസ്. കണ്ടിട്ട് ഇവൻ ഇത്തിരി വില്ലനാണെന്ന് തോന്നുന്നു. മോനെ, വെറുതെ ഇരി. നിന്റെ കുട്ടിക്കളിയൊന്നും ഇതുവരെ മാറിയില്ലേ? ആ, മോളിങ് വന്നേ. ഇത് ലില്ലിക്കുട്ടിയുടെയും മാത്യൂസിന്റെയും മകൾ മേഴ്സി. മേഴ്സി, നല്ല പേര്. അപ്പോ ലില്ലിക്കുട്ടി മരിച്ചുപോയോ? അത് പിന്നെ മരിച്ചതിന് തുല്യം അല്ലേ മാത്യൂസ്? അല്ല, നിനക്ക് അപ്പൂപ്പനെ കാണണ്ടേ? വാ, നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ പോകാൻ വരട്ടെ. പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എങ്ങനെ അറിയാം? ഇവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഇവനെ അങ്ങ് കയറ്റി താമസിപ്പിക്കാൻ പോവുകയാണോ? അപ്പച്ചാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഇത്തിരി വില്ലനാണെന്ന്. ഇത്രയും നാളും വരാതിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ വന്നങ്ങ് കയറുകയല്ലേ? 10ാം വയസ്സിലാണ് ഞാനിവിടെ നിന്ന് നാട് വിട്ടുപോയത്. ഓഹോ, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. 8-9 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരായിരുന്നതാണ്. അപ്പോഴാണ് ഒരു കത്തിക്കുത്ത് കേസിൽ അകത്താകുന്നത്. ഒരുത്തനെ ചുമ്മാ ഒന്ന് കുത്തിയതാ, അവനങ്ങ് കാഞ്ഞുപോയി. പിന്നെ ജീവപര്യന്തമായിരുന്നു. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്മാരനെ വിട്ടത്. പിന്നെ ഞാനെങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടുത്തെ തോമാച്ചനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ദേ, നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു മൈസൂരിലേക്ക് പോകാം. നിങ്ങളെ വേണ്ടാത്ത വീട്ടുകാരെ നമുക്കെന്തിനാ? തെരുവ് സർക്കസ് ഉള്ളിടത്തോളം കാലം നമുക്ക് എങ്ങനെയും ജീവിക്കാം. എത്രയും നേരത്തെ രക്ഷപ്പെടുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, വേഗം സ്ഥലം കാലിയാക്കിക്കോ. അങ്ങനെ പോകാൻ വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുത്തെ തോമാച്ചനാണ്. അങ്ങനെ പോകുന്ന പ്രശ്നമില്ല. അപ്പച്ചന്നെ ഒന്നും മിണ്ടാത്തത്? അപ്പച്ചന്നെ വിശ്വാസമായില്ലേ? എനിക്ക് വിശ്വാസമുണ്ട് മോനെ. പക്ഷെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും എല്ലാം നമ്മുടെ അപ്പൂപ്പൻ തീരുമാനിക്കട്ടെ.
എന്തെടുക്കുവാ? ആർക്കാണ് ഈ കത്തെഴുതുന്നത്? അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു തരാം. നമുക്ക് തിരിച്ച് മൈസൂരിലേക്ക് തന്നെ പോയാലോ? എനിക്കിവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു. ചുമ്മാ അങ്ങ് പോകാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? എന്താ നീലു നിന്റെ പ്രശ്നം? ഇവിടെയുള്ളവരുടെ നോട്ടവും ഭാവവും കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. ആ അപ്പൂപ്പനാണെങ്കിൽ എന്നെ കാണുമ്പോ ദേഷ്യമാ. ആകെ എന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നത് നിങ്ങളുടെ അപ്പം മാത്രമാണ്. ബാക്കിയുള്ളവർ പറയുന്നൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. അപ്പൂപ്പൻ പാവമാണെന്നേ. സർക്കസ് കളിക്കാഞ്ഞിട്ട് കൈക്കും കാലിനും ഒക്കെ എന്തോ ഒരു ഇത്. അതാണോ നിന്റെ പ്രശ്നം? ഇനി എന്തൊക്കെ സർക്കസ് കളിക്കാൻ കിടക്കുന്നു ഇവിടെ? സർക്കസ് കളിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ആ അതെ. ഒന്ന് പോകട്ടു. നീലു, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അവിടെ ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ശരി, പെട്ടെന്ന് വരണേ. മോളെ, നീ ഇങ്ങോട്ട് വന്നീ. ഞാൻ ആരാണെന്ന് മേഴ്സിക്കുട്ടിക്ക് മനസ്സിലായോ? എന്റെ മമ്മിയുടെ ആങ്ങളെന്റെ ഭാര്യ. അപ്പോ ഞാൻ മോടെ ആരാ? ആന്റി. ആ, അങ്ങനെ വിളിക്കണം കേട്ടോ. ഇതുവരെ ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ കേൾക്കാൻ ഒരു രസം. നിങ്ങളോട് മിണ്ടല്ലേനാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത്. ഓ, ഡാഡിയോട് പോകാൻ പറ. ആന്റി, ഈ തോമാശങ്കൾ ശരിക്കും തോമാശങ്കളാണോ? അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മോളെ. കാര്യം എന്റെ കെട്ടിയവനാണെങ്കിലും ആള് വിളഞ്ഞ വിത്താണ്. വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനും കൂടെ പോന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല. തോമാശങ്കൾ ജയിലിലായിരുന്നെന്ന് പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. പക്ഷെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് എന്റെ ബട്ടു. ബട്ടുവോ? ആ, ഞാൻ എങ്ങനെയാണ് വിളിക്കാറ് മോളുടെ തോമാച്ചനങ്കലിനെ? എന്റെ അമ്മ ഇട്ട പേരാണ് ബട്ടു. മേഴ്സിക്കൊച്ചേ, ഈ വരുന്ന സാധനത്തിന് എനിക്ക് പേടിയാ. ഞാൻ അങ്ങ് പോയേക്കാം. മോളെ, നീ എന്തിനാ കണ്ട തെരുവ് പെണ്ണുങ്ങളോടൊക്കെ മിണ്ടാൻ നിൽക്കുന്നത്? അവർ പാവമാണ് അപ്പൂപ്പ. അവൻ നിന്റെ തോമാച്ചനങ്ങളല്ല. എന്റെ മകൻ പൗലോസ് ആണെങ്കിൽ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കുക. അവൻ ആദ്യമായിട്ടാണ് എന്നെ ധിക്കരിക്കുന്നത്. അവനെ ഇറക്കിവിടാൻ പറഞ്ഞിട്ട് അവൻ അങ്ങ് കയറ്റി താമസിപ്പിച്ചിരിക്കുക. അപ്പച്ച, എന്താ? ഞാൻ തോമാച്ചനോട് പഴയ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എല്ലാറ്റിനും അവൻ കൃത്യമായി മറുപടി പറഞ്ഞു. അതിന്? ഒരുപക്ഷെ അവൻ എന്റെ തോമാച്ചൻ തന്നെയാണെങ്കിലോ? അന്നവൻ 100 രൂപ എടുത്തത് അപ്പച്ചൻ പറഞ്ഞിട്ടെന്നറിയാതെ ഞാൻ അവനെ ഒരുപാട് തല്ലി. അവൻ മോഷണം നടത്തിയെന്ന് കരുതി. സത്യം മനസ്സിലാക്കി വന്നപ്പോഴേക്കും എനിക്ക് അവന് നഷ്ടപ്പെട്ടിരുന്നു. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ മനം നൊന്ത് എന്റെ അന്നക്കുട്ടിയും എന്നെ വിട്ടുപോയി. അതെ അതെ, അപ്പോൾ കുറ്റക്കാരൻ ഞാനാണോ പൗലോച്ചേ? എന്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങൾക്കും ഞാൻ തന്നെ കാരണക്കാരൻ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നും അപ്പനെ ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇനിയും അപ്പൻ പറഞ്ഞത് കേട്ട് തിരിച്ചു കിട്ടിയ മകനെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഈ കാരണത്താൽ അപ്പൻ എന്നോട് പിണങ്ങിയാലും സാരമില്ല. ഇല്ല പൗലോച്ച, നിന്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം ഞാനാണ്. ഇനി നീ നേടിക്കോളൂ. നിനക്ക് നിന്റെ മകനെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്കെന്റെ മകൻ പൗലോച്ചൻ നഷ്ടമായി. ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചുകൊള്ളാം. 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 അപ്പച്ച, ഈ കുടുംബത്തിന്റെ സമാധാനം അപ്പച്ചനായിട്ട് കളഞ്ഞു ഒളിക്കരുത്. ഒരു സമാധാനപാലകൻ വന്നിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാതെ നിനക്കൊന്ന് പോയിക്കൂടെ? ഓ, വിഷമം കൊണ്ട് മനസ്സലിയുന്ന ഒരാള്. ഞാനും ഈ വീട്ടിലെ ഒരംഗമാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നീ തോമാച്ചനല്ല. എന്താ നിന്റെ ഉദ്ദേശം? മോഷണമാണോ? തുറന്നു പറ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വേഗം സ്ഥലം കാലിയാക്കിക്കോ. പിന്നല്ലാതെ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നൊന്ന് അർമാദിക്കാൻ. അപ്പോൾ ഞാൻ തോമാച്ചനല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? എന്നാലൊന്ന് തെളിയിക്ക്. എനിക്കൊരു തെളിവും വേണ്ട. നീ തോമാച്ചനല്ല. ഞാൻ തോമാച്ചനാണ്. അതല്ലെന്ന് പറയാൻ നീ ആരാണ്? അതല്ലെന്ന് പറയാൻ എനിക്ക് മാത്രമേ പറ്റൂ. യഥാർത്ഥ തോമാച്ചൻ മരിച്ചു. അവനെ ഞാൻ കൊന്നു. ഇല്ല, തോമാച്ചനെ കൊല്ലാൻ നിനക്ക് കഴിയില്ല. എനിക്ക് കഴിഞ്ഞു. എസ്റ്റേറ്റ് ബംഗ്ലാവിലിട്ട് ഈ കൈകൾ കൊണ്ട്
ഞാൻ അവനെ കൊന്നു. മാത്യൂസ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് സത്യമാണ്. ഒരു ദിവസം ഇവിടെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. അന്നത് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. തിരിച്ചു വരുന്ന സന്തോഷ വാർത്തയെ അറിയിക്കാൻ തോമാച്ചനായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അവൻ വന്നാൽ ഈ സ്വത്തെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഞാൻ അവനോട് കള്ളം പറഞ്ഞു. അപ്പനും അപ്പൂപ്പനും എല്ലാം ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ആ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലാണെന്ന്. അവിടേക്ക് വന്ന അവനെ, തോമാച്ചനെ, ഞാൻ അവിടെ വെച്ച് ഈ കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി രക്ഷയില്ല. അതുകൊണ്ട് തോമാച്ചൻ ഞാനല്ല എന്ന് സമ്മതിക്കുന്നു. ഇവിടുത്തെ കഥകളെല്ലാം കൃത്യമായി അന്വേഷിച്ച് പഠിച്ചു വന്ന ഒരു തട്ടിപ്പുകാരനാണ് ഞാൻ. പോലോ ഫ്രോഡുകളായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഇനിയെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അതെ, വേഗം സ്ഥലം വിട്ടോ. ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് നിന്ന് കളിക്കാം. എല്ലാം കൂടി ഒറ്റയ്ക്ക് ഒതുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനി നടക്കില്ല. ഇനിയിപ്പോൾ ഉള്ള സ്വത്ത് നമുക്ക് 3ആയിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ അതെ, വെറുതെ എന്തിനാ ഒരു ഷെയർ പുറത്തു കളയുന്നത്? അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പറഞ്ഞാൽ നീ അഴിയണം മോനെ. ആഹാ, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പോലീസിനെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും അകത്തായാൽ പിന്നെ ആർക്കും ഷെയർ കൊടുക്കണ്ടല്ലോ. മാത്യൂസ്, അവനെ ഇങ്ങ് തട്ടിയേര്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ രണ്ടും ഒന്നായി. ഞാൻ ആരോടും പറയില്ല. പിടിവിടുന്നേ. എന്നെയും നിങ്ങളുടെ ഷെയർ കൂട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നീ തോമാച്ചനാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പനും അപ്പൂപ്പനും തമ്മിലുള്ള അടി അങ്ങ് വർദ്ധിക്കട്ടെ. പക്ഷേ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ആദ്യം അതങ്ങ് തീർക്കണം. അത് ശരിയാണ്. ആദ്യം ആ കിളവനെ അങ്ങ് തീർക്കാം. മേഴ്സിക്കൊച്ചേ, എന്താ അപ്പൂപ്പ? എന്റെ മേഴ്സിക്കൊച്ചിന് അപ്പൂപ്പനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനം അപ്പൂപ്പ? എന്റെ മേഴ്സിക്കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെംസ് മുട്ടായി. ഹായ്, ജെംസ് മുട്ടായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മേഴ്സിക്കൊച്ചിന് അറിയുമോ? എന്താണ് അപ്പൂപ്പ? ഇന്ന് മേഴ്സിക്കൊച്ചിന്റെ ജന്മദിനമാണ്. എന്റെ പപ്പായ്ക്കും മമ്മിക്കും എന്റെ ജന്മദിനത്തിനെ കുറിച്ച് ഒരു ഓർമ്മയും ഇല്ല. അപ്പൂപ്പൻ മാത്രം ഓർക്കുന്നുള്ളൂ. എന്തിനാണ് അപ്പൂപ്പ എന്നോട് ഇത്രയും സ്നേഹം? മേഴ്സിക്കൊച്ചിന് മാത്രമേ അപ്പൂപ്പനോട് സ്നേഹമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ചാകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഞാൻ ചത്തുകഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കണ്ണീരൊഴുക്കാൻ എന്റെ മേഴ്സിക്കൊച്ച് മാത്രമേ കാണൂ. അങ്ങനൊന്നും പറയില്ല അപ്പൂപ്പ. അപ്പൂപ്പൻ ഉടനെ ഒന്നും മരിക്കത്തില്ല. മേഴ്സിമോളെ, നീ പോയി അപ്പൂപ്പനൊരു നല്ല ചായ ഇട്ടുകൊണ്ട് വാ. ശരി അപ്പൂപ്പ. പച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വത്ത് വീതം വെക്കുന്ന കാര്യമായിരിക്കുമല്ലേ? അതിന് സമയമായിട്ടില്ല. അപ്പൻ ഇത് എന്തു ഭാവിച്ച? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, 10 പൈസ ഞാൻ കൊടുക്കില്ല. ഭൂതത്തെ പോലെ നിധി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ട് എന്തിനാണ്? ചാവുമ്പോ കൂടെ കൊണ്ടുപോകാനാണോ? ഞാൻ ചത്തു കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നീ വീതിച്ചു കൊടുത്തോ? കൊടുക്കാമായിരുന്നു. പക്ഷെ 90 കഴിഞ്ഞിട്ടും ചാവുന്നില്ലല്ലോ. അവസാനം നീയും അത് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്റെ മരണം നീയും ആഗ്രഹിക്കുന്നു. തമ്പുരാൻ എന്നെ വിളിക്കാത്തത് എന്റെ കുറ്റമാണോ പൗലോസേ? ഒരു കാര്യം ചെയ്യ്, നിന്റെ കൈകൊണ്ട് എനിക്കിത്തിരി വിഷം കലക്കി താടാ. ഞാനത് സന്തോഷത്തോടുകൂടി കുടിച്ചോളാം 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 കുടിച്ചോളാം. താവേ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റെ നാവ് എന്നെ ചതിക്കുകയായിരുന്നു. അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ നീ എന്നോട് ക്ഷമിക്കണേ. എനിക്ക് എന്റെ അപ്പനോട് മാപ്പ് പറയണം.
അപ്പൂപ്പൻ എന്തിയേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അകത്തേക്ക് പോയിട്ടുണ്ട്. സ്വന്തം തന്തയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാത്തവളാ അപ്പൂപ്പിന് ചായയുമായി വന്നിരിക്കുന്നു. മോളെ, ആ ചായ ഇങ്ങ് താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മാത്യൂസ്, നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേഴ്സി അപ്പൂപ്പനെടുത്ത ചായയിൽ അവളറിയാൻ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. കൊള്ളാം തോമാച്ച, ആ ചായ അപ്പൻ വാങ്ങിച്ച് അപ്പൂപ്പിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇന്നത്തോടെ കിളവന്റെ കാര്യം ക്ലീൻ. അതെ, തൽക്കാലം നമുക്ക് പുറത്തോട്ട് മാറി നിൽക്കാം. എന്തെങ്കിലും ബേളം കേൾക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ ഓടി ഇങ്ങോട്ട് വന്നാ മതി. ശരിയാ, നമുക്ക് തൽക്കാലം മാറി നിൽക്കാം. അപ്പന് ഞാൻ എവിടെയെല്ലാം നോക്കി. അപ്പ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പൻ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ചെങ്കിൽ അപ്പൻ ഈ ചായ വാങ്ങി കുടിക്കണം. പൗലോസേ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ മോൻ സന്തോഷത്തോടെ അപ്പന് കൊണ്ടുവന്ന ചായ അതിങ്ങ് താ. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. എന്റെ തെറ്റുകളെല്ലാം അപ്പൻ എന്നോട് പൊറുക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവേ, എന്താ എനിക്ക് തന്നത്? മേഴ്സിക്കൊച്ചേ, മേഴ്സിക്കൊച്ചേ. അയ്യോ, എന്ത് പറ്റി അപ്പൂപ്പ? ചതിച്ചു മോളെ. വല്യപ്പൂപ്പനെ എല്ലാവരും കൂടി ചതിച്ചു മോളെ, ചതിച്ചു മോളെ. എന്തു പറ്റിയപ്പാ? നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് വിഷം തന്നു അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തു അല്ലേ? എന്റെ മരണം നിങ്ങൾ ആഘോഷിച്ചോളൂ. പക്ഷെ ഞാൻ ചത്താൽ ഒന്നിനെയും വെറുതെ വിടില്ല. ഒരു സമാധാനവുമില്ല. എന്തായാലും അപ്പൂപ്പനോട് ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. സ്വത്തൊക്കെ തട്ടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. എതിര് നിന്നാൽ അവന്മാർ എന്നെയും തട്ടിക്കളയുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ഇതിനെല്ലാം കൂട്ടുനിന്നത്. എന്നാലും ഇത്രയ്ക്കങ്ങ് വേണ്ടായിരുന്നു. ആട്ടെ, ആ മേഴ്സി കൊച്ചിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? പാവം കുട്ടി. അപ്പൂപ്പൻ നഷ്ടപ്പെട്ടതോടെ അവൾ ആകെ തകർന്നു പോയി. എല്ലാം നേടിക്കഴിഞ്ഞപ്പോ ഒന്നു മാത്രമില്ലാതെയായി, മനസമാധാനം. എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ അപ്പൂപ്പനെ കണ്ടു. മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഇല്ല, ഞാൻ ശരിക്കും കണ്ടാണ്. അപ്പൂപ്പന്റെ മുറിയിൽ നിന്നും അപ്പൂപ്പൻ എന്റെ അടുത്തേക്ക് വരുന്നത്. എന്റെ കർത്താവേ, ശരിയായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് അപ്പൂപ്പൻ പറഞ്ഞത് ചത്താലും ഞാൻ ഒരുത്തനെ വെറുതെ വിടില്ല എന്നാ. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും മനുഷ്യ. ആ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് 2 എണ്ണം വരുന്നുണ്ട്. വാ മോളെ, മോള് പോയി കിടന്നു. അപ്പച്ചൻ എവിടെ? ഇന്നത്തോടെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാകണം. അപ്പാ, അപ്പാ. എന്താണ് മോനെ? എല്ലാവരുടെയും അഭിപ്രായം താമസിയാതെ തന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ്. അപ്പനെന്താ പറയുന്നത്? അപ്പൻ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളുടെ അപ്പൂപ്പന്റെ കാലശേഷമേ ഈ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അവകാശമുള്ളൂ. അതിന് അപ്പൂപ്പൻ മരിച്ചില്ലേ? ആ സത്യം നമുക്കല്ലേ അറിയൂ. നിയമത്തിന്റെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും അപ്പൂപ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നാട് വിട്ട് എങ്ങോ പോയി. നമ്മൾ അപ്പൂപ്പനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓ, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കൂടുതൽ ചിന്തിക്കാൻ വിട്ടുപോയി. അത് ശരി, നിങ്ങൾ ആരോ സ്വത്തുക്കൾ മോഹിച്ച് അപ്പച്ചനെ കൊന്നതാണല്ലേ? പറയടാ ദ്രോഹികളെ, ആ ചായയിൽ വിഷം കലർത്തിയത് ആരാണ്? എന്റെ അപ്പനെ കൊന്നത് ആരാണ്? ദേ,
കൊന്നതാരാ വിഷം കലർത്തിയതാരാ എന്നൊക്കെ ചോദിച്ച് CBI ചമയണ്ട. തെളിവും ദൃക്സാക്ഷികളെല്ലാം അപ്പനെതിരാണ്. ഒരൊറ്റ ഫോൺ കോൾ മതി അപ്പനെ പിടിച്ച് അകത്താക്കാൻ. അരുത് മാത്യൂസ്, അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ നമ്മൾ എല്ലാവരും കൊടുങ്ങും. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അപ്പം തൽക്കാലം അകത്തേക്ക് പോ. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടണം. അതിന് നമ്മുടെ നാട് വിട്ടുപോയ അപ്പൂപ്പൻ എവിടെയോ പോയി വിഷം കഴിച്ചു മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു വരുത്തണം. ഓക്കെ? അതിനുശേഷം അപ്പൂപ്പന്റെ ജഡം നമ്മൾ ഏറ്റുവാങ്ങി സംസ്കരിക്കുന്നു. അതിന് നമ്മൾ ആദ്യം കുഴിച്ചിട്ട ശവം പുറത്തെടുക്കണം. ഇന്ന് രാത്രി തന്നെ ദൂരെ എവിടെങ്കിലും കൊണ്ടുപോയി കളയുകയും ചെയ്യണം. അയ്യോ, ശവം മാന്തി എടുക്കാനോ? അതിനൊന്നും എന്നെ കിട്ടില്ല. താനൊന്നും ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഷെയറിൽ നിന്ന് ഒരു 50,000 രൂപ കൂടുതൽ തരണമെന്ന് മാത്രം. അതൊക്കെ എന്തു വേണമെങ്കിലും ചെയ്യാം. കാര്യം പെട്ടെന്ന് നടക്കണം. അതാണ് ഇപ്പോൾ പ്രധാനം. അതൊക്കെ ഞാൻ ഏറ്റു. ഇന്ന് രാത്രി തന്നെ ശവം എടുത്ത് ദൂരെ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം. ഓക്കെ? എടി ശോശേ, നീ ഒന്ന് പോയി നോക്കിക്കേടി. അയ്യോ, എന്നെ കൊണ്ടുപോയ്യ. ഒരു ദുർഗന്ധം വരുന്നുണ്ട്. അവർ ആ ശവം പുറത്തെടുത്തെന്നാ തോന്നുന്നത്. അങ്ങനെ ദുർഗന്ധമൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. എടി, നീ ശരിക്ക് ഇങ്ങനെ ഒന്ന് ശ്വാസം വലിച്ചു നോക്കണേ. നോക്കിക്കേ, ദേ ഇങ്ങനെ. ആ, ഇത് പിന്നെ നിങ്ങൾ കുളിക്കാത്തോണ്ട് തോന്നുന്നതാ മനുഷ്യ. കുളിക്കാത്തത് നീയാ. അപ്പാ, ഈ പേടിത്തൊണ്ടിനെ കൊണ്ട് തോറ്റു. പുറത്ത് തോമാച്ചനും മാത്യൂസും ഒക്കെ ഉണ്ട്. അപ്പനൊന്ന് പോയി നോക്കിക്കേ, ശവം പുറത്തെടുത്തോ എന്ന്. കാര്യങ്ങളൊക്കെ എന്തായെന്ന്. കാര്യങ്ങളൊക്കെ ഇനി എന്താകാനാണ്? എനിക്കെല്ലാം ബോധ്യമായി ആരൊക്കെയാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് അപ്പൂപ്പന്റെ ശവം കാണുന്നില്ല. കുഴിച്ചിട്ടിരിക്കുന്ന ശവം കാണാനില്ലെന്നോ? കുഴിയിൽ അപ്പച്ചന്റെ വസ്ത്രങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കർത്താവേ, തുണി ഊരിക്കളഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ എങ്ങോട്ട് പോയി? ഷോ, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അപ്പൂപ്പന്റെ ശവം കണ്ടെത്താതെ ഇനി ഒന്നും നടക്കില്ല മാത്യൂസേ. അതിനൊരു വഴിയുണ്ട്. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. അപ്പൂപ്പന്റെ ശവം കാണുവാനില്ല, കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്ക പ്രതിഫലം നൽകുമെന്ന്. തന്റെ വായൊന്നും അടയ്ക്കടോ. അമ്പടാ, അങ്ങനെ എന്റെ വായൊന്നും അടുപ്പിക്കാൻ നോക്കണ്ട. ഇത് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ശവം അവിടുന്ന് മാറ്റിയതല്ലേ? അല്ലാതെ ശവം എഴുന്നേറ്റ് സെക്കൻഡ് ഷോയ്ക്കൊന്നും പോകില്ലല്ലോ. മര്യാദയ്ക്ക് എന്റെ ശവം തന്നോ, അല്ലെങ്കിൽ രണ്ടിന്റെയും ശവം ഞാൻ അങ്ങ് എടുക്കും. പറയടാ, അപ്പച്ചനെ കൊന്നത് ആരാ? നീയോ അതോ മാത്യൂസോ? സത്യം പറയുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ സത്യം ഇപ്പൊ പറയാം. ചായയിൽ വിഷം ചേർത്തത് ഈ തോമാച്ചനാ. എന്ത്? എന്റെ മകൻ തോമാച്ചനോ? ഇത് അപ്പന്റെ മകൻ തോമാച്ചനൊന്നും അല്ല. സ്വത്ത് കെട്ടിയെടുക്കാൻ വന്ന ഒരു പെരും കള്ളനാണ്. അത് ശരി. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും കാലു മാറിയല്ലേ? ഇനി അതേ നിവർത്തിയുള്ളൂ. സ്വത്ത് മോഹിച്ച് ആൾമാറാട്ടം നടത്തി അപ്പൂപ്പിനെ കൊന്ന കുറ്റത്തിന് നിന്നെ ഞങ്ങൾ ജയിലിലടയ്ക്കും. ജഡമൊക്കെ പോലീസ് അങ്ങ് കണ്ടുപിടിച്ചോളും. അങ്ങനെ നീ രക്ഷപ്പെടാൻ നോക്കണ്ട. യഥാർത്ഥ തോമാച്ചനെ കൊന്നത് നീയാണെന്ന് ഞാൻ കോടതി പറയും. അതിന് തെളിവില്ലല്ലോ. തെളിവൊക്കെ പോലീസ് അങ്ങ് കണ്ടുപിടിച്ചോളും. എന്ത് പറ്റി? അപ്പൂപ്പൻ, ദേ അപ്പൂപ്പൻ വരുന്നു. പേടിക്കേണ്ട, ഞാൻ പ്രേതമോ പിശാചോ ഒന്നുമല്ല. ഇനിയും ആയുസുടങ്ങാത്ത ആ പഴയ അപ്പൂപ്പൻ തന്നെയാ. അപ്പൂപ്പനെ അവിടെ കുഴിച്ചിട്ടതല്ലേ? അതിന് ചത്താലല്ലേ മാത്യൂസേ കുഴിച്ചിടാൻ പറ്റൂ. തോമാച്ചൻ വിഷം കലർത്തി എന്ന് പറഞ്ഞത് വെറുതെയാ. നിങ്ങളുടെയൊക്കെ സ്വപ്നമായ എന്റെ മരണം ഞാനൊന്ന് അഭിനയിച്ചു കാണിച്ചു. അഭിനയം മോശമായില്ലല്ലോ, അല്ലേ തോമാച്ച? ഇല്ല, ഒട്ടും മോശമായില്ല അപ്പൂപ്പ. മാത്യൂസ്, ഞങ്ങൾ ചെറിയൊരു നാടകം കളിച്ചാണ്. അന്ന് ഞങ്ങൾ അപ്പൂപ്പനെ പുറത്തു കൊണ്ടുപോയിട്ട് അപ്പൂപ്പന്റെ വസ്ത്രങ്ങൾ മാത്രമേ അവിടെ കുഴിച്ചിട്ടുള്ളൂ. ഓഹോ, അപ്പോൾ സർക്കസ് മാത്രമല്ല വശമുള്ളത്,
കൺകെട്ട് വിദ്യയും നിനക്കറിയാമല്ലേ? അപ്പോ രണ്ടുപേരും കൊള്ളാമല്ലോ. അപ്പൂപ്പ മരിക്കാത്തതിൽ ഇട്ടിച്ചിന് വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്ന ഇവനെയും കൂട്ടുപിടിച്ച് അപ്പച്ചൻ എന്തിനാണ് ഈ നാടകം കളിച്ചത്? സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നവനോ? ഇവനാണ് ഈ സമ്പത്തിന്റെ ഒക്കെ യഥാർത്ഥ അവകാശിയായ തോമാച്ചൻ. ഇവൻ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നതല്ല, എന്റെയും നിന്റെയും ഒക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്. മതി, നിർത്തും നിങ്ങളുടെ ഈ നാടകം. യഥാർത്ഥ തോമാച്ചൻ ജീവിച്ചിരിപ്പില്ല. ഇവൻ തോമാച്ചൻ അല്ല. മാത്യുസേ, യഥാർത്ഥ തോമാച്ചൻ ആണെന്ന് കരുതി നീ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വിളിച്ചു വരുത്തിയത് തോമാച്ചന്റെ കൂട്ടുകാരനെ ആയിരുന്നു. മാത്യൂസ്, എല്ലാം ഞാൻ പറയാം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച ഞാൻ കത്തുകളിലൂടെ നിരന്തരം അപ്പൂപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പൂപ്പൻ എന്നെ എഴുതി അറിയിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. അങ്ങനെ ഒരിക്കൽ വിളിച്ചപ്പോൾ മാത്യൂസ് ആയിരുന്നു ഫോൺ എടുത്തത്. മാത്യൂസിന്റെ മറുപടി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. അത് ശരിയാണ്. അങ്ങനെ തോമാച്ചൻ ബംഗ്ലാവിൽ വരികയും ചെയ്തതാണല്ലോ. എന്നും എന്തെങ്കിലും കുസൃതികൾ കാണിച്ചിരുന്ന ഞാൻ നിങ്ങൾ എല്ലാവരെയും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ച എന്റെ കൂട്ടുകാരനെ ആയിരുന്നു. പക്ഷേ അവനെ പിന്തുടർന്ന് വന്ന ഞാൻ കണ്ടതോ നീ അവനെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ്. സ്വന്തം ഭാര്യയുടെ ആങ്ങളെ കൊല്ലാൻ മടിക്കാത്ത നീ എന്റെ അപ്പനെയും അപ്പൂപ്പനെയും കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. നിന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വരാനാണ് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. ഇതിനിടയിൽ എന്റെ മോൻ പൗലോച്ചനെ എനിക്കിത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നു. മോൻ അപ്പനോട് ക്ഷമിച്ചേ. അപ്പാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്യൂസ്, എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഉടനെ എത്തും. ഇനി നിനക്ക് ജയിലിൽ ഗോതമ്പുണ്ടതിന് സുഖമായി കഴിയാം. ഞാനാ നിന്റെ കൂട്ടുകാരനെ കൊന്നത് എന്നതിന് എന്താ തെളിവ്? ഡാ, ലോക്കപ്പിൽ കിടന്ന് ഇടികൊള്ളുമ്പോ സത്യമൊക്കെ താനേ പുറത്തു വരും. നിന്നെ കൊണ്ട് ഈ സത്യമൊക്കെ പറയിക്കാനാണ് ഈ നാടകമൊക്കെ കളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ സത്യം മൊഴിയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതിയോ? നീ പറഞ്ഞൊക്കെ ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതാ സാർ. വെൽ ഡൺ തോമസ്. തോമസ് പറഞ്ഞ പ്രകാരം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കുഴിച്ചിട്ടിരുന്ന ജഡഞ്ഞങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിരുന്നു. മാത്യൂസേ, ഇനി നിനക്ക് രക്ഷയില്ല. സമയം കളയാതെ വണ്ടിയിലേക്ക് കയറ്. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. നിന്ന് വലിയ വർത്തമാനം പറയാതെ വണ്ടിയിലേക്ക് കയറടാ. അയ്യോ, എന്റെ ഡാഡി. മോളുടെ ഡാഡി ഒരു തെറ്റു ചെയ്തു, അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടേ? മോള് വിഷമിക്കേണ്ട, മോൾ അകത്തേക്ക് പൊയ്ക്കോളൂ. അപ്പൂപ്പ, ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൂപ്പ. കൂടെ നിന്നില്ലെങ്കിൽ മാത്യൂസ് ഞങ്ങളെ കൊല്ലുമെന്ന് ഭയന്നിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. മിണ്ടരുത്. ശോശാമയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോണം. മാസത്തിൽ 2 ദിവസം നീ ഇവിടെ വിരുന്നു വരണം. അല്ലാതെ ഈ പടി ചവിട്ടിയാൽ കൊന്നുകളയും ഞാൻ. അയ്യോ അപ്പൂപ്പ, ഞങ്ങളെ ഇറക്കി വിടല്ലേ. തോമാച്ച, നീ അപ്പൂപ്പനോടൊന്ന് പറ, ഞങ്ങളെ ഇവിടെ ഇറക്കി വിടല്ലേ എന്ന്. വേണ്ട അപ്പൂപ്പ, സ്വത്തും മോഹിച്ചല്ല ഞാൻ തിരിച്ചു വന്നത്. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. എന്റെ കൂട്ടുകാരന്റെ ചോരക്കറ വീണ ഈ സ്വത്തൊന്നും എനിക്ക് വേണ്ട. അവന്റെ മരണത്തിന് ഒരു തരത്തിൽ ഞാനും ഉത്തരവാദിയാണ്. ഞാനാണ് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആർക്കാണെന്ന് വെച്ചാ അപ്പൂപ്പൻ ഈ സ്വത്തെല്ലാം വിധിച്ചു കൊടുത്തോളൂ, എനിക്ക് വേണ്ട. അതെ അതെ, അളിയൻ പറഞ്ഞത് ന്യായമാണ്. മിണ്ടാതിരുന്നോണം. ഇത്രയുമായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? നീലാംബരി, നീലാംബരി, വാ, നമുക്ക് മൈസൂരിലേക്ക് തിരിച്ചു പോവാം. നമുക്ക് ജീവിക്കാൻ തെരുവ് സർക്കസ് മതി. അതെ, മനസമാധാനമേലും ഉണ്ടാവുമല്ലോ. നീലു, നീ പോയി ബാഗ് എടുത്തിട്ട് വാ. ശരി പൊട്ടു. മോനെ തോമാച്ച, ഞങ്ങളെ വിട്ട് പോകലടാ. തോമാച്ച, ഈ അപ്പൂപ്പനെയും അപ്പനെയും വിട്ട് പോകല്ലേട മക്കളെ. ഞാൻ വരും, ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഇനിയും നമുക്ക് ജീവിതം ബാക്കിയാണല്ലോ. പിറന്നൊരീ മണ്ണും മാറുകില്ല, നിറഞ്ഞൊരീ കണ്ണും തോരുകില്ല.
പിറന്നൊരി മണ്ണും മാറുകില്ല.